ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയം ജേണി. 2 ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. എല്ലാ സമയത്തും നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്ന സമയത്ത് കുറച്ച് ആളുകൾ അന്വേഷിക്കാറുണ്ട്. സന്തോഷം. എല്ലായ്പ്പോഴും പോലെ നമ്മൾ വീഡിയോ ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൽ ആത്മാർത്ഥമായ സന്തോഷം രേഖപ്പെടുത്തുന്നു. പനിയാണ്. തീരെ വയ്യ. പോരാത്തതിന് സെന്ററിലും സ്കൂളിലൊക്കെ ഇപ്പോൾ ക്രിസ്മസ് എക്സാമുകളും അതിന്റെ പോർഷൻ തീർക്കുന്ന തിരക്കും എല്ലാം കൂടെ ജഗപുക. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 4-5 അപ്ഡേറ്റുകൾ പറയാനാണ്. ആദ്യത്തെ അപ്ഡേറ്റ് നേരം കളയാതെ തന്നെ പറയാം. രേഖാചിത്രം എന്ന് പറയുന്ന ആസിഫ് അലിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരാനിരിക്കുന്ന ചിത്രം. അനശ്വര രാജനാണ് നായികയായിട്ട് വരുന്നത്. അറിയാലോ, അദ്ദേഹം പോലീസ് ഓഫീസർ ആയിട്ടാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അനശ്വര ഒരു കന്യാസ്ത്രീയുടെ വേഷമാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ എന്താണ് ഈ സംഗതി എന്നുള്ളതിന്റെ ഒരു പിടിപാടൊന്നും ഇല്ലെങ്കിലും കൊലപാതകമാണെന്നുള്ളതാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. ഇതിന്റെ എല്ലാ പോസ്റ്ററുകളും നല്ല രസമായിരുന്നു. രേഖാചിത്രം എന്ന് പറയുമ്പോൾ തന്നെ അതിനോട് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള പോസ്റ്ററുകൾ തന്നിരുന്നത്. എന്തായാലും ജനുവരി 9 മുതൽ പ്രദർശനം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തന്നിട്ടുള്ളത്. അപ്പൊ ഈ വരുന്ന ജനുവരി 9 തീയതി തിയേറ്ററിലേക്ക് സിനിമ എത്തും. ഇതാണ് പോസ്റ്റർ. പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്, കുറേ എന്താ അന്വേഷണത്തിന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന പേപ്പർ കട്ട്സ്, പിന്നെ വേറെ ഏതൊക്കെ കുറച്ച് ഫോട്ടോസ്, ഒരു സർക്കിളിനുള്ളിൽ ഈ ആസിഫിക്കയുടെ ക്യാരക്ടറും അനശ്വരാജന്റെ കഥാപാത്രവും ഇത്ര തന്നെ ഉള്ളതിൽ കൊടുത്തിട്ടുള്ളത്. എന്തായാലും കാവ്യ ഫിലിം കമ്പനി ആൻഡ് ആൻ മെഗാ മീഡിയ അവതരിപ്പിക്കുന്ന രേഖാചിത്രം, സംവിധാനം ജോഫിൻ ടി ചാക്കോ ആൻഡ് വേണു കുന്നപ്പള്ളി, നിർമ്മാണം. നല്ല പടമാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്ന സിനിമയാണ്. പിന്നെ ആസിഫ് അലി അറിയാലോ, കിഷ്കിന്താകാന്ഡം എന്ന് പറഞ്ഞ ഒറ്റ സിനിമയിൽ പുള്ളിനോടുള്ള സ്നേഹം ഇരട്ടി ഇരട്ടി ഇരട്ടിയായിട്ടുണ്ട്. അമ്മാതിരി പ്രകടനമായിരുന്നു, അമ്മാതിരി കിടിലൻ സിനിമയായിരുന്നു. അപ്പോഴും പറയേണ്ട ഒരു കാര്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ അച്ഛൻ ക്യാരക്ടറായില്ല, വിജയരാഘവന്റെ ക്യാരക്ടറായിരുന്നു. പുള്ളിനെ സത്യം പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇറങ്ങിയത്. അത്രയും ഇഷ്ടപ്പെട്ട ചിത്രമാണ്. സോ രേഖാചിത്രം വരട്ടെ. 2, പുഷ്പ ദ റൂൾ. 621 കോടി വേൾഡ് വൈഡ് അറ്റ് ദ ബോക്സ് ഓഫീസ്, ഫാസ്റ്റസ്റ്റ് 621 crores, 3 days ഗ്രോസ് വേൾഡ് വൈഡ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ഓൾ ടൈം റെക്കോർഡാണ്. കളക്ട് എ ഗ്രോസ് ഓഫ് 621 crores വേൾഡ് വൈഡ് ഇൻ ജസ്റ്റ് 3 days, ഷാറ്ററിംഗ് മെനി റെക്കോർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറെ ആളുകൾ കമന്റിൽ നമ്മൾ റിവ്യൂവിന്റെ താഴെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് സൂപ്പർ പടാണ്, സൂപ്പർ പടാണ്, സൂപ്പർ പടാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത്. എനിക്ക് വൻ ഷോക്കായിട്ട്, വൻ കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. എനിക്ക് മാത്രമല്ല, കേരളത്തിൽ മൊത്തത്തിൽ ഒരു 70-80% ആളുകളും ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ പുഷ്പ, അതിലെ നായകൻ അല്ലു അർജുനാണ്. അല്ലു അർജുനെ ഇഷ്ടമല്ല നമ്മൾ ആരും എവിടെയും പറഞ്ഞിട്ടില്ല. അല്ലു അർജുൻ വേറെ ലെവൽ തന്നെയാണ്. പുള്ളിക്കാരനുള്ള ഫാൻ ബേസ് എത്രയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ വിജയിനെ നായകനാക്കി ഒരു സിനിമ ചെയ്താൽ അത് ഫ്ലോപ്പ് ആണെങ്കിലും അല്ലെങ്കിലും കളക്ഷൻ നേടും എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. അത് പുള്ളിന്റെ പവറാണ്, ഫാൻ പവറാണ്. അതുകൊണ്ടാണ് പുള്ളിനെ വെച്ച് വീണ്ടും വീണ്ടും ആളുകൾ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പടം ഒരു ആവറേജ് പടമാണെങ്കിൽ പോലും ആ സിനിമയുടെ കളക്ഷൻ ഭയങ്കരമായിരിക്കും. അവർക്ക് മുതൽ മുടക്ക് തിരിച്ചു കിട്ടും, ലാഭം കിട്ടും എന്നുള്ളതാണ്. അല്ലെ ഇപ്പൊ ബീസ്റ്റിനൊക്കെ ലാഭം കിട്ടും. എന്തായാലും എന്ത് ചളി പടമാണത്. പക്ഷെ ബീസ്റ്റ് എന്തായിരുന്നു, അത് ആ ആ വ്യക്തിയുടെ, ആ നടന്റെ പവറാണ്. അത്തരത്തിൽ വേൾഡ് വൈഡ് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ് അല്ലു അർജുൻ. ഇങ്ങനത്തെ ഒരു വലിയ ഹിറ്റിന്റെ സെക്കൻഡ് പാർട്ട് വരുന്ന സമയത്ത് എത്രയോ ബുക്കിംഗ് ഉണ്ടാവും. 3 ദിവസം 4 ദിവസം 5 ദിവസത്തിന് വരെ ഫുൾ ബുക്കിംഗ് ഉണ്ടാവും. അത് ഫുൾ ഹൗസ്ഫുൾ ആയിട്ട് ഓടുന്നുണ്ടാവും. പോരാത്തതിന് മുംബൈയിൽ 2500, ഡൽഹിയിൽ 2100 ഒക്കെയാണ് ഒരു ടിക്കറ്റിന്റെ വില. പിന്നെ 621 കോടി കിട്ടാതിരിക്കും. പാൻ ഇന്ത്യൻ ആണ് ഇതേ. അല്ല പിന്നെ കുറ്റം പറയുന്ന ആൾക്കാരോട് മാത്രമാണ് കേട്ടോ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ അല്ലു അർജുനുള്ള ദേഷ്യമല്ല, ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. വൻ ചെളിയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതെന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടണ്ട എന്നുള്ളൊരു അർത്ഥമില്ല. ഇനി മാർക്കോ, ഒരു പക്ഷേ മലയാളത്തിൽ നിന്ന് വരാനിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ഒരു സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് മാർക്കോ ആയിരിക്കും. പാൻ ഇന്ത്യൻ സ്റ്റാർ അല്ല, മമ്മൂക്കയോ ലാലേട്ടനെ പോലെ വലിയ നടന്മാരല്ല. പക്ഷെ ഉണ്ണിമുന്തൻ സൂപ്പർ നടൻ തന്നെയാണ്, വേറെ കാര്യം. എന്നിരുന്നാൽ പോലും ഒരു ആവറേജ് രീതിയിൽ മാത്രം നിന്നിരുന്ന ഒരു നടൻ, അത്തരത്തിലുള്ള സിനിമകൾ മാത്രം ചെയ്തിട്ടുള്ള ഒരു നടൻ, ഹൈപ്പ് എന്ന് പറഞ്ഞത് ഇങ്ങനെ ടോപ്പിൽ നിൽക്കുക. പാട്ടുകൾ കണ്ടില്ലേ, മാർപ്പാപ്പയാണെങ്കിലും അതല്ലാതെ ഫസ്റ്റ് ബ്ലഡ് ആണെങ്കിലും അത് വെങ്കി പാടിയിട്ടുള്ളതാണെങ്കിലും ഡബ്സി പാടിയിട്ടുള്ളതാണെങ്കിലും 1, 2, 3 എന്ന് പറയുന്ന അട്ടിക്കിട്ട പോലെ ട്രെൻഡിങ്ങിൽ നടക്കുന്നത്. അപ്പോ അമ്മാരി സംഭവമാണ്. ഒരു പോസ്റ്റർ ലേറ്റസ്റ്റ് തന്നിട്ടുണ്ട്. എന്റെ പൊന്നോ, എന്താ ബോഡി! ഇങ്ങനെയാണ് പുള്ളിക്കാരനൊക്കെ. നമ്മൾ മസിലളിയൻ മസിലളിയൻ എന്ന് എല്ലാവരും ഇങ്ങനെ പറയും, മലയാളത്തിന്റെ മസിലളിയൻ എന്നൊക്കെ. പക്ഷെ അതിന് യോജ്യമായ ഒരു സിനിമ വന്നിട്ടില്ല. എന്നാൽ ഇത് നിങ്ങൾ നോക്കണം. ഈ നെഞ്ചത്തൊരു കീറുപാടും ചോര ഒലിച്ചിട്ട് ഇങ്ങനെ, ഓ എന്താണ് ബോഡി! കൊത്തിയിട്ട് ചെയ്യാം ഇമ്മാതിരി ബോഡി കിട്ടാൻ. തെറ്റിദ്ധരിക്കരുത്. വൻ സാധനം. എനിക്ക് ഭയങ്കര സംഭവമായിട്ട് അത് ഫീൽ ചെയ്ത്. ദ അണ്ടർ ഡോഗ് വിത്ത് എ ലയൺസ് ഹാർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
സിംഹത്തിന്റെ ഹൃദയം അങ്ങനത്തെ മൈൻഡും ആയിരിക്കും. എന്തായാലും ഈ സിനിമ കണ്ടറിയണം. ഒരു കാര്യമുണ്ട്, ഞാൻ ഇതിനെ കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞിട്ട് പല വീഡിയോ പറയുന്നുണ്ട്. എപ്പോഴും ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടോ ഹൈപ്പ് കൊടുക്കാൻ വൻ പേടിയുണ്ട് ഇപ്പോ. ഹൈപ്പ് കൊടുത്താൽ പടം നമ്മൾ കൊടുക്കുന്നത് മാത്രമല്ല, ഓട്ടോമാറ്റിക്കലി ഇവർ തന്നെ വലിയ ഹൈപ്പിലാണ് വരുന്നത്. പക്ഷെ മാർക്കോയ്ക്ക് അങ്ങനെ വലിയ ഹൈപ്പൊന്നും ഇവരാരും അധികം പറഞ്ഞിട്ടില്ല. പക്ഷെ ജഗദീഷ് ചേട്ടൻ പറഞ്ഞുള്ള ആ ഒരൊറ്റ ഡയലോഗമേ ആയിരുന്നു ഇത് വൻ ഹൈപ്പിലേക്ക് കയറിയത്. പിന്നെ ഷറഫുദ്ദീൻ പറഞ്ഞിട്ടുള്ള മലയാളത്തിൽ ഒരു നടൻ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ പറഞ്ഞപ്പോൾ അത് ഇതുമായിട്ട് കണക്ട് ചെയ്തു. അത് ക്ലിയർ ചെയ്ത് നമ്മുടെ ജഗദീഷ് ചേട്ടൻ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ്, ഇത് നല്ല ക്യാരക്ടർ ആണെന്ന രീതിയിൽ അത് തിരുത്തി ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാർക്കോ വരട്ടെ, എന്തായാലും വൻ പ്രതീക്ഷകൾ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. കാരണം എന്റെ ഇതിലെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ക്യാരക്ടർ, അത് ഞാൻ അനുയോജ്യമായി പറഞ്ഞാൽ എല്ലാ ക്യാരക്ടറും കൃത്യമായി ചെയ്യുന്നില്ലല്ലോ, ഫിസിക്കലി ഒരു ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള സാധനം, അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ദി മോസ്റ്റ് വയലന്റ് ഫിലിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യും. അതിനെ ഹൈപ്പ് എന്ന് പറഞ്ഞ് നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരെന്നെ തന്നിട്ടുള്ളതാണ്. സോ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാനുള്ളത് ലാലേട്ടന്റെ 2 ചിത്രങ്ങളാണ്. സോറി, പനീന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ്, ഇപ്പോഴും പനി മാറിയിട്ടില്ല. എന്തായാലും ഒന്ന് ബറോസ് എന്ന് പറഞ്ഞ സിനിമ എപ്പോഴും പറയുന്ന പോലെ എന്താവും എന്ന് കണ്ടറിയണം. അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഹൈപ്പോ യാതൊരു തരത്തിലുള്ള പ്രതീക്ഷകളോ ഞാൻ പങ്കുവെച്ചിട്ടില്ല. ആകെയുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു പക്ക ഫാന്റസി മൂഡിൽ പോകുന്ന ഒരു ഹോളിവുഡ് സ്റ്റൈലിലൊക്കെ മേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സിനിമ. പോലത്തിന് ലാലേട്ടനെ പോലെ ഒരാൾ സംവിധായകൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് എല്ലാവർക്കും പ്രതീക്ഷ, എത്ര കുട്ടികൾക്കുള്ള സിനിമ എന്ന് പറഞ്ഞാലും എത്രയൊക്കെ ചെറുതായി കാണിക്കാൻ ശ്രമിച്ചാലും ആ സിനിമയിൽ ഒരു പ്രതീക്ഷ വരും, അത് സ്വാഭാവികം. സോ ആ ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഐ ആം റിയലി സോറി. എന്ന് ചെയ്യാനാണ്, എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നു. സോ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു മോഷൻ പോസ്റ്ററാണ്. റിയൽ 3D. ഓ, ഇതിലെ ഞാൻ എടുത്തു പറയണമെന്ന് വിചാരിച്ച സാധനം, ഇതിപ്പോ ഇവിടെ വെക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിലെ മ്യൂസിക്. ഒന്ന് റിയൽ 3D എന്നറിയില്ല, വെർച്വൽ 3D ആണ്. അതിന്റെ 3D ഇഫക്റ്റ് ഭയങ്കരമായിട്ട് കിട്ടും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ വെർച്വൽ 3Dനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാലും നിങ്ങൾ നോക്കി കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഇഫക്റ്റീവ് ആണ് സാധനം എന്നുള്ളത്. അത് എസ്പെഷ്യലി ഐമാക്സ് പോലെയുള്ള അല്ലെങ്കിൽ വലിയ തിയേറ്ററുകളിൽ നല്ല സ്ക്രീനിലൊക്കെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ 100% അതിന്റെ ഒരു ഫീൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന്. 2, ലാസ്റ്റ് ഈ എന്ന് പറഞ്ഞിട്ട് എൻഡില് പറഞ്ഞ സാധനം വന്നിട്ട് ഒരു ഭയങ്കര മുഴക്കം പോലെ, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് വലിയ സിനിമകൾ ഒരു എപ്പിക് ഫീൽ കൊണ്ടുവരാനൊക്കെ ഇത്തരം മ്യൂസിക്കുകൾക്ക് സാധിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബാഹുബലിയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ വലിയ ചരിത്ര സിനിമകളൊക്കെ പറയുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, എസ്പെഷ്യലി പഴയ വാർ മൂവീസ് ഒക്കെ പറയുമ്പോൾ, ക്ലാസിക് വാർ മൂവീസ് ഉണ്ടല്ലോ, വെറുതെ കുറെ ചറപറാന്നല്ലാതെ ഒരു എപ്പിക്, ഒരു വലിപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ബ്രഹ്മാണ്ടം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള മ്യൂസിക്കുകൾ പോലും നമുക്ക് അത് തോന്നാറുണ്ട്. അത്തരത്തിൽ ഭയങ്കര ക്ലാസിക് ആയിട്ടുള്ള എന്നാൽ ഭയങ്കര ഈ ബ്രഹ്മാണ്ടം എന്നുള്ള ഫീൽ തോന്നുന്ന രീതിയിലുള്ള മ്യൂസിക് ആയിട്ട് എനിക്ക് ജസ്റ്റ് ഈ ഒരു ചെറിയ സാധനം പോലും ഫീൽ ചെയ്തു എന്നുള്ളതാണ്. കാരണം തിയേറ്റർ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യണം. തിയേറ്ററിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല ഈ സാധനം, ഭയങ്കര ഫീൽ ആയിരിക്കും. അത് നല്ല ഒരു പോസിറ്റീവ് വൈബിലാണ് നമ്മൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ പറയും വേണ്ട, അത് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ എമ്പുരാൻ പടം വരട്ടെ, ഡിസംബർ 25 എന്തായാലും സിനിമ കാണും. കാരണം ലാലേട്ടൻ സംവിധാനം ചെയ്യാന്നുള്ള ഒരു ക്യൂരിയോസിറ്റി സ്വാഭാവികമായിട്ടും മറ്റെല്ലാരെ പോലെ നിങ്ങളെപ്പോലെ എനിക്കുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ സിനിമ ഞാനൊരു പ്രതീക്ഷയിൽ വെച്ചിട്ടുള്ളത്. അല്ലാതെ കണ്ടറിയാവുന്ന രീതിയിൽ മാത്രമാണ്. നിങ്ങളും അങ്ങനെ തന്നെ വെക്കുന്നതാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണെന്ന് നമ്മൾ കണ്ടറിഞ്ഞേ പറ്റൂ. നെക്സ്റ്റ്, ഇനിയുള്ള സിനിമ, ഇത് ഹൈപ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കലി ഈ സിനിമയ്ക്ക് ഒരു ഹൈപ്പ് ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് L2 എമ്പുരാൻ. ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ അപ്പുറത്തുണ്ട്, അതുകൊണ്ട് തന്നെ എമ്പുരാനുള്ള പ്രതീക്ഷകൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അതിൽ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോ എമ്പുരാന്റെ അപ്ഡേറ്റുകൾ കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റ് ഒന്നും അവർ പുറത്തു വിട്ടില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എമ്പുരാനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം. ലാസ്റ്റ് എൻഡിൽ അത് കൊടുക്കാം. സോ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പൃഥ്വിരാജ് ഷെയർ ചെയ്തിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഫസ്റ്റ് കട്ട് ഡൺ എന്ന് പറഞ്ഞിട്ട്, ഫസ്റ്റ് കട്ട് ഡൺ ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് സാധനം വന്നിരുന്നു. അറ്റ് എക്സൽ മൂവീസ് അറ്റ് അഖിലേഷ് മോഹൻ എന്ന് പറഞ്ഞിട്ട് L2 എമ്പുരാൻ എന്ന് പറഞ്ഞ ഹാഷ്ടാഗ് കൊടുത്തിട്ട് പുള്ളിക്കാരൻ വെച്ചുള്ള ഒരു ഫോട്ടോ, ഇതിന്റെ എഡിറ്റിംഗിൽ ഇരിക്കുന്ന പുള്ളിക്കാരന്റെ
നമ്മളെ അഖിലേഷ് മോഹന്റെ ഒരു സാധനമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കട്ട് പോയി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇതിന്റെ ടീസറിനോ അല്ലെങ്കിൽ ഗ്ലിംസിനോ ഉള്ള ചെറിയ സാധനങ്ങൾ ചിലപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അതാണോ ഉദ്ദേശിച്ചുള്ളത് എനിക്കറിയില്ല. ഫസ്റ്റ് കട്ട് പറയുമ്പോൾ അങ്ങനെയല്ല, മൊത്തത്തിലുള്ള ഒരു ഭാഗം ക്ലീൻ ചെയ്തു എന്നുള്ള രീതിയിലും അങ്ങനെ പറയാറുണ്ട്. ഇവിടെ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എനിക്കറിയില്ല. എന്തായാലും നമ്മളുടെ ടീസർ, ട്രെയിലർ ഇതിലേതെങ്കിലും ഒന്ന്, എനിക്ക് തോന്നുന്നു ടീസർ തന്നെ ആയിരിക്കും. അത് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ട്രെയിലർ ഇപ്പൊ തരാൻ ചാൻസ് ഇല്ല. ടീസർ തന്നിട്ട് പിന്നെ സിനിമ അടുത്ത വർഷം 2025 ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആയിരിക്കും ഒരു പക്ഷേ ട്രെയിലർ തരാൻ. കാരണം മാർച്ചിലാണ് സിനിമ വരാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പൊ തന്നെ ട്രെയിലർ തന്നിടാനുള്ള സാധ്യത കാണുന്നില്ല. പിന്നെ പൃഥ്വിരാജ് ആയതുകൊണ്ട് എന്താണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കാന്ന് പറയാൻ പറ്റില്ല. ടീസറിൽ ആ ഡയറക്റ്റ് ട്രെയിലർ തന്നാലും മതി. ഞാൻ എന്തായാലും വൻ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന സിനിമയാണ് L2 എമ്പുരാൻ. പടം വരട്ടെ. ഫസ്റ്റ് കട്ട് ഡണ്ണായി. ബാക്കിയുള്ള അപ്ഡേറ്റുകളും വഴിയെ വരും എന്ന് വിചാരിക്കാം. പിന്നെ എമ്പുരാൻ അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഒരു ചെറിയ ചിത്രമാണ്. ആ ഒരു ചെറിയ ചിത്രത്തിന്റെ ചെറിയ അപ്ഡേറ്റുകൾക്ക് ചെറിയ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. മനസ്സിലായില്ലേ?